എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചാറുകറിയാണ് തയ്യാറാക്കുന്നത്. തക്കാളിയും മുരിങ്ങക്കോലും ചേർത്തുള്ള രുചികരമായിട്ടുള്ള ഒരു ചാറുകറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. ഇതിന് നമ്മൾ 1/4 കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 100-150 ഗ്രാം മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 മുറി തേങ്ങ ചിരണ്ടിയത് വേണം. 4 അല്ലി വെളുത്തുള്ളി, തേങ്ങയുടെ കൂടെ നമ്മൾ വെളുത്തുള്ളി അരയ്ക്കുവാണ്. ഇനി 5 ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത്, പിന്നെ 4 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് മുറിച്ച് വെച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, വെളിച്ചെണ്ണ, 4 ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഒരു മൺചട്ടിയിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് മുരിങ്ങയ്ക്ക നമുക്ക് മുറിച്ചിടണം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ മുറിച്ചിടാം. പിന്നെ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ചേർക്കുവാണ്. എന്നിട്ട് നമ്മൾ ഒരു നുള്ളു മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി വേണം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പത്തിന് നമുക്ക് വെള്ളം വേണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന നേരത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ഇടാം. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിൻ്റെ താഴെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കാം. ഇനി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളിയും മുരിങ്ങയ്ക്കയും വെന്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു തിള വരുമ്പോഴത്തേക്കും ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കടുകിടാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രുചികരമായ തക്കാളി മുരിങ്ങയ്ക്ക തേങ്ങ അരച്ച കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം തന്നെ കാണാം. താങ്ക് യു.